പ്രിയപ്പെട്ട സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ എപ്പിസോഡിൽ മഹാകവി നമ്മോട് പഠിപ്പിച്ചത്, അത് നേരം കണ്ടിടവേ ഒരു നരൻ പൊടി പാറ്റി തുഷ്ടരമിന്മുകൾ ബന്ധു വിളിത്തുരയായി. അവർ ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായി ഉറങ്ങാൻ ആലോചിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ പൊടിപാറ്റി തുഷ്ടരമിന്മുകൾ വന്ന് വിളിത്തുരയായി. ആ മണൽത്തരികളെ കോരിത്തർപ്പിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് സവാരി ചെയ്തുകൊണ്ട് വന്ന് വിളിച്ചു പറയുകയാണ്, യാ മഹ്ശറ ഖുറൈശ്, ഓ ഖുറൈശി സമൂഹമേ, നിങ്ങളൊരു കാര്യം അറിയണമെന്ന്. എന്താണ് അദ്ദേഹം പറഞ്ഞത് എന്ന വിഷയമാണ് മഹാകവി തുടർന്ന് അടുത്ത വിഷയത്തിൽ പറയുന്നത്. വിളിത്ത് സൈഹത്താലവനുരക്കൈ വീരപ്പുലികളെ ഉമൈകളൊക്കെ തെളിവാലിറുജിഹമാം തിരമാൽ നമുക്കുണ്ട് ബഹുജിഹമാ വള്ളിയിൽ മുഹമ്മദ് കവർച്ച ചെയ്വാൻ വരുന്നേ അറിവെത്തി അബൂ സുഫിയാൻ ഫലമായുടൻ അവന് തന്നാം പറവാൻ തിഹാമുക്കങ്കായത്തെ പിന്നാ. വിളിത്ത് സൈഹത്താൽ അവൻ ഉരക്കെ. ആ കുതിരപ്പുറത്ത് വന്ന മനുഷ്യൻ വിളിച്ച് പറയുകയാണ് വളരെ ശബ്ദത്തോടു കൂടി, ഖുറൈശികളെ, നിങ്ങളൊരു കാര്യം അറിയണം. എന്താണ്? വിളിത്തു, അവൻ വിളിച്ച് പറയുന്നു. കൈസുബിന് ഇംറുൽ കൈസ് എന്നാണ് ചരിത്രത്തിൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ പേര്. അതെന്ന മനുഷ്യൻ്റെ വീരപ്പുലികളായ മനുഷ്യരെ, ഖുറൈശികളെ, ഉമൈകളൊക്കെ, നിങ്ങളെല്ലാവരും തെളിവാൽ ഇർജിഉ ഇല തിഹാമ, വളരെ സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങൾ തിഹാമിലേക്ക് മടങ്ങിക്കൊള്ളുക. തിഹാം എന്ന് പറഞ്ഞാൽ മക്കയുടെ ഒരു പേരാണ് തിഹാം. കാരണം എന്ത്? തിരമാൽ നമുക്കുണ്ട് ബഹൂജിഹമാം, തീർച്ചയായും നമുക്ക് വലിയ വിജയമുണ്ട്. എങ്ങനെയാണ് വിജയമുള്ളത്? അദ്ദേഹം വിശദീകരിക്കുകയാണ്. വളിയിൽ മുഹമ്മദ് കവർച്ച ചെയ്യുവാൻ വരുന്നേ അറിവെത്തി അബൂ സുഫിയാൻ. മുഹമ്മദും സംഘവും, അബൂ സുഫിയാൻ ഷാമിൽ നിന്ന് കച്ചവടം ചെയ്ത് വരുന്ന ആ മുതലും മറ്റു കാര്യങ്ങളൊക്കെ പറിച്ചെടുക്കാൻ വേണ്ടി മുഹമ്മദും സംഘവും വരുന്നുണ്ട് എന്ന് വളരെ ബുദ്ധിപരമായി മനസ്സിലാക്കിയ അബൂ സുഫിയാൻ ഫലമായുടൻ അവനെ തന്നെ ആ അബൂ സുഫിയാനും സംഘത്തിനെയും ആക്രമിക്കാൻ വരുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മക്കക്കാരെല്ലാവരും വരണമെന്ന് അറിയിക്കാൻ വേണ്ടി ലംലമിനെ വിളിച്ചറിയിച്ചിരുന്നല്ലോ. ആ അബൂ സുഫിയാൻ പറവാൻ തിഹാമുക്കങ്കയത്തെ ഫിന്നാം, ലംലമിനെ മക്കയിലേക്ക് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടി അയച്ചതിൻ്റെ ശേഷം അവിടെ ഒരു സംഭവമുണ്ടായി. എന്താണ്? ബദർ തന്നിൽ അണയാമേലേ തീരുന്ന് മറുവഴി കുളർന്നതാലേ കളവർ മദീനക്കാർ വെറുതെ ചുറ്റി കനദീനമൈ മൽകൾ തിഹാമിലെത്തി അളവിൽ അബൂ സുഫിയാനായെത്താതെന്ന അറിവിത്തുമൈകളെ മടക്കാൻ തന്നെ. അതായത് ലംലമിനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതിൻ്റെ ശേഷം അവർ ശത്രു സംഘം, അതല്ലെങ്കിൽ മുഹമ്മദും സംഘവും നമ്മളെ പിടിച്ചെടുക്കാൻ വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചറിഞ്ഞ ആ അബൂ സുഫിയാൻ തിളമാൻ ബദർ തന്നിൽ അണയാമേലെ, ബദർ എന്ന നാട്ടിലേക്ക്, ആ ഭൂമിയിലേക്ക് അണയാതെ തന്നെ തിരുന്ത് മറുവഴി കുളർന്നതാലെ ആ ബദറിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചാണ് മുഹമ്മദ് നബിയും സംഘവും അവിടെ വരുമെന്ന് ലംലം മുഖാന്തരം അറിയിച്ചത്. പക്ഷേ അവർ ബദറിലെത്ത് മനസ്സിലാക്കിക്കൊണ്ട് അബൂ സുഫിയാൻ മറ്റൊരു വഴിയിലൂടെ രക്ഷപ്പെട്ട് തിഹാമിലെത്തിയിരിക്കുന്നു. മാത്രമല്ല, കളവർ മദീനക്കാർ വെറുതെ ചുറ്റി, മദീനക്കാരായ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം സംഘവും വെറുതെ ചുറ്റി കനദി നമൈമാൽകൾ തിഹാമിയിലെത്തി. ഭാരിച്ച നല്ല കനമുള്ളതായ നമ്മുടെ സ്വത്തുകളൊക്കെയും തിഹാമിൽ എത്തിയിട്ടുണ്ട്. അളവിൽ അബൂ സുഫിയാനായെത്തതെന്ന അറിവീത്തുമൈകളെ മടക്കാൻ തന്നെ.
ആ സന്ദർഭത്തിൽ നമ്മൾ രക്ഷപ്പെട്ടതായ ആ സന്ദർഭത്തിൽ അളവിൽ അബൂ സുഫിയാൻ തന്നെ അബൂ സുഫിയാനാണ് എന്നെ അയച്ചത്, അറിവി തുമൈകളെ മടക്കാൻ തന്നെ അബൂ സുഫിയാനും സംഘവും രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം നിങ്ങളെ അറിയിച്ചിട്ട് നിങ്ങളെ മടക്കാൻ വേണ്ടിയാണ് അയച്ചത് എന്ന് ആ കുതിരപ്പുറത്ത് വന്ന ആ മനുഷ്യൻ പറഞ്ഞു. ഉളരി കരുതി പോന്നസ്താകുല്ലം ഉളരി കരുതി പോന്ന അവസ്ഥാകുല്ലും ഒത്ത് ജഹിത്തനി മടക്കം നല്ലും മടങ്ങൂൽ സലമത്തായ നീ മുന്നിട്ടാൽ വലിയ മുസീബത്തിനിടയുണ്ടേറ്റാൽ. അതുകൊണ്ട് ഉളരി കരുതി പോകുന്ന അവസ്ഥ, അന്ന് കരുതി പോകുന്ന അവസ്ഥ മുഴുവനും അതൊക്കെ നമ്മൾ ജയിച്ചിരിക്കുന്നു. ഇനി മടക്കം നല്ലത്, ഇനി മടങ്ങിപ്പോകലാണ് നല്ലത് മക്കയിലേക്ക് തന്നെ. മടങ്ങൂൽ സലാമത്തായി, ഇവിടെ നിന്ന് മടങ്ങിപ്പോയാൽ നമ്മളെന്തായി രക്ഷപ്പെട്ടു. ഇനി മുന്നിട്ടാലോ, അതല്ല വീണ്ടും അവരെ പിടികൂടാമെന്ന ഉദ്ദേശത്തോടു കൂടി മുന്നിട്ടാൽ വലിയ മുസീബത്തിനിടയുണ്ടേറ്റാൽ, അവരോട് പോയി ഏറ്റുമുട്ടിയാൽ നമുക്ക് വലിയ നാശമാണ് സംഭവിക്കാനിരിക്കുന്നത് എന്ന് വന്ന മനുഷ്യൻ പറഞ്ഞു കൊടുത്തു. തടമാം ബദർ ചന്ദ് അഹ്മദോട് ചെണ്ടായെടുപ്പതും മിഹനക്കെട്. മാത്രമല്ല ബദർ നാട്ടിൽ ചെന്ന് തടമാം ബദറിൽ ചെന്ന് അഹമ്മദോട് ചെണ്ടയെടുപ്പതും മിഹനക്കേടാണ്, നമുക്ക് വലിയ മിഹനത്തുണ്ടാക്കും, നമുക്കൊരു ഉപകാരമുണ്ടാവുകയില്ല, യൂസ്ലെസ് ആണ് അവരോട് പോയി യുദ്ധം ചെയ്യുന്നത്, അതല്ലെങ്കിൽ അവരോട് ചെണ്ട കൂടുന്നത് എന്നും കൂടി അദ്ദേഹം പറഞ്ഞു. കൊടുത്ത് ജഹിലപ്പോൾ അതു കുത്തീരം കൂറി ഊനെ ചൊല്ലും മോളി മത്തീരം ഉടയോനനെ ഉബുലുല്ലയാണ് ഉസ്സായനും ലത പെരിയോനാണ്. കൊടുത്ത് ജഹലപ്പോൾ അത് കുത്തരം, അദ്ദേഹം പറഞ്ഞ ആ വാക്കിനിക്ക് അപ്പോൾ തന്നെ അവിടെ പ്രത്യക്ഷനായിക്കൊണ്ട് അബൂജഹൽ പറയുകയാണ്, കൂറി ഉനൈ ചൊല്ലും മൊളി മത്തിരം. കൂറി അവൻ പറഞ്ഞു, ഉനൈ ചൊല്ലും മൊളി മത്തിരം, നിങ്ങൾ ചൊല്ലുന്നതായ എല്ലാ ഈ കാര്യങ്ങളും ഉടയോനിലുബുല അയിലയാണ്, ഉബുലുല്ലായിലയാകുന്ന വലിയ തമ്പുരാനാണ്, എൻ്റെ പടച്ചവനാകനെ. ഉടയോൻ എനൈ, എൻ്റെ ഉടയോനാകുന്ന എൻ്റെ പടച്ചവനാകുന്ന ഉബുലുല്ല ഇലയാണ്, ഉബുലുല്ല ഇല ദൈവമാണ്, ഉസ്സയാണ്, ലാത്തയാണ്, ലൂത്ത പെരിയോനാണ്. ആകെ സിഹിറാക്കൾക്കാര ഷഹ്മദേ അരികോർ ചിലരെയും കുല കൊല്ലാതെ വണേ മണിമക്കപ്പതി കൊള്ളേനാൻ വരിക ഉഷിർനിക്കെ കഅബത്താണേ. ഇത് കേട്ടപ്പോൾ അബൂജഹൽ പറഞ്ഞു, ഉടയ എൻ്റെ തമ്പുരാക്കളാണ് സത്യം, ആണേ സിഹിറാക്കൾ കരഷഹ്മദേ, സാഹിര്യങ്ങളുടെ നേതാവാകുന്ന അരശ്, അരശ് എന്ന് പറഞ്ഞാൽ രാജാവ്, അറസ് എന്നുള്ള കന്നഡത്തിൽ പറയാറുണ്ട്. ആ സിഹ്റാക്കളുടെ നേതാവാകുന്ന രാജാവാകുന്ന അഹമ്മദ് മുഹമ്മദിനെ അരികോർ ചിലരെയും അദ്ദേഹത്തിൻ്റെ അനുയായികളിൽപ്പെട്ട ചില ആളുകളെയും കുല കൊല്ലാതെ, കൊല ചെയ്യാതെ, വണേ മണി പക്കത്തീ കൊള്ളേനാ, നമ്മൾ വാഴുന്നതായ മക്കാവിലേക്ക് വരുക, ഉഷിർ നിക്കെ കഅബത്താണ്, അവിടെ നിലനിൽക്കുന്ന കഅബയാണ് സത്യം, ഞാൻ ഒരിക്കലും തിരിച്ചു പോവുകയില്ല. ഞാൻ തിരിച്ചു പോകണമെങ്കിൽ അഹമ്മദിനെയും അവൻ്റെ കൂടെയുള്ള ചില ആളുകളെയും കൊല ചെയ്തിട്ട് മാത്രമേ ഞാൻ ഇവിടെ നിന്ന് മടങ്ങുകയുള്ളൂ എന്ന് അബൂജഹൽ അതിലേക്ക് മറുപടിയും കൊടുത്തു. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുകയാണ്, അബൂജഹൽ തുടരുകയാണ്, പ്പോൾ പെടി നമുക്കില്ലണ്ടുരപ്പോൾ ഉനി പറഞ്ഞ് തുതന്നെ മടക്കി ഉമ്മുൽ ഖുറ കൊള്ള ആയത്ത് നാക്കിൽ. എന്നിട്ട് അവനോട് പറയണം, അബൂ സുഫിയാനോട് പറയണം, എന്ത്? ഫേണി അയത്തെ അബൂ സുഫിയാനെ പോലെ പേടിച്ചുകൊണ്ട് അയച്ചതായ അബൂ സുഫിയാനെ പോലെ പേടി നമുക്കില്ല, അവനെ പോലത്തെ പേടി നമുക്ക് അങ്ങനത്തെ ഒന്നും പേടിയൊന്നും ഇല്ല. നീ പറയണം, നീ അവരോട് പോയിട്ട് ഇപ്പോൾ പറയണം. ഇത്
ഊന്നി പറഞ്ഞ് ദൂതനെ മടക്കി. ഊന്നി പറഞ്ഞുകൊണ്ട് തറപ്പിച്ചുറപ്പിച്ച് പറഞ്ഞുകൊണ്ട് ആ ദൂതനെ മടക്കി ഉമ്മുൽ ഖുറ കൊള്ളെ അയത്തേനാക്കിൽ, ആ ഒട്ടകത്തിനെ ഉമ്മുൽ ഖുറാവിലേക്ക് തന്നെ മക്കയിലേക്ക് തന്നെ തിരിച്ചയക്കുകയും ചെയ്തു. നകാല അബുൽ ഹക്കം കൗമുകളിൽ നദാഉരില തർജിഉ ഇന്നാളിൽ കക്കാദിബ്നു ഹർബ് ഉളർന്നഹില ഖൈറെങ്കിലുമുണ്ട് ബീനാകൾ മേലാൽ. നകാല അബുൽ ഹക്കീം കൗമുകളിൽ, കൗമിനോട് അബുൽ ഹക്കം പറയുകയാണ്. അബുൽ ഹക്കം എന്ന് പറഞ്ഞാൽ അബൂജഹൽ പറയുകയാണ്. എന്താണ് അവൻ പറയുന്നത്? നാദ ഉരൈ, അവൻ വിളിച്ചു പറയുകയാണ്, ലാ തർജി, നിങ്ങളാരും മടങ്ങണ്ട. എന്തേ? കാക്കാദ ഇബ്നു ഹർബ് ഉളർന്നഹീല. ഈ ഇബ്നു ഹർബ് എന്ന് പറഞ്ഞാൽ അബൂ സുഫിയാൻ നമ്മളോട് പറഞ്ഞ കാര്യം, ആ തന്ത്രം ഇവിടുന്ന് മടങ്ങിപ്പോകണമെന്ന് പറഞ്ഞത് ഖൈർ എങ്കിലും, അത് നമ്മളിവിടുന്ന് മടങ്ങിപ്പോകുന്നത് ഖൈർ ആണെങ്കിലും അബുൽ ഹർബാകുന്ന അബൂ സുഫിയാൻ പറഞ്ഞ കാര്യം ഏറ്റുകൊണ്ട് നമ്മൾ മടങ്ങുന്നത് ഖൈർ ആണെങ്കിലും ഉണ്ട് ബിനാകൾ മേലാൽ, മേലിൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ട്. മുഹമ്മദിനോടും സംഘത്തോടും പോയി പൊരുതി അവരെ പരിചയപ്പെടുത്തി കൊല ചെയ്യാതിരുന്നാൽ നമുക്ക് മേലിൽ ഇനിയും ഒരുപാട് നാശനഷ്ടങ്ങളുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് നമ്മൾ മടങ്ങുന്ന പ്രശ്നമേ ഇല്ല എന്ന്, മടങ്ങരുത് എന്ന് അവരോട് പറയുകയാണ്. എന്നിട്ടോ ആക്കം സഹായക്കാർ നമുക്കില്ലെന്ന് അണത്തരം ബഫിത്തഹ്മദിനെ ഒക്കാൽ കഥ നമ്മൾ മടങ്ങിയെങ്കിൽ വലിയ അഫമാന ശുരുതി പൊങ്ങി ആശ്വാസം ആക്കം സഹായക്കാർ നമുക്കില്ലെന്ന്, നമുക്കാരും സഹായിക്കുന്ന ആളില്ല, നമുക്കൊരു ആശ്വാസം നൽകുന്ന ആളാരൊന്നുമില്ല. അവിടെ നിന്ന് ഇപ്പോൾ തന്നെ മടങ്ങിപ്പോയാൽ ആണത്തരം ബഫിത്ത് അഹമ്മദിനെ, നമുക്കൊരു ആണത്തരം മുഹമ്മദിൻ്റെ മുമ്പിൽ ആണത്തരം കാണിക്കാതിരുന്നാൽ നമുക്കൊരു ആശ്വാസം നൽകുന്ന ആളൊന്നും ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ വക്കാൽ കഥാനുമ്പോൾ മടങ്ങിയെങ്കിൽ വലിയ അപമാന ശ്രുതി പൊങ്ങി, നമുക്ക് വലിയ അപമാനം ഉണ്ടാകും, പ്രസിദ്ധമാകും. എന്നിട്ടോ പൊങ്ങുന്നതുമല്ല ബദർ വഴിക്ക് പോകണ്ടയോ ബയ്യക്കെ നീ നമുക്ക്. അങ്ങനെ ഒരു അപമാന ശ്രുതി ഉണ്ടാകുന്നത് മാത്രമല്ല, പൊങ്ങുന്നതുമല്ല ബദർ വഴിക്ക് പോകണ്ടയോ ബയ്യക്കെ നീ നമുക്ക് ആ വഴിയിലൂടെ ഇനി നമുക്ക് പോകണ്ടേ, യുദ്ധം ചെയ്യാൻ വേണ്ടി, അതല്ലെങ്കിൽ കച്ചവടം ചെയ്യാൻ വേണ്ടി നമുക്ക് പോകണ്ടേ. ചങ്കാ ഖുറൈശ് തൊട്ടകത്തി വിട്ടാൽ ചടി കയറും പിന്നെ അഹമ്മദ് മോട്ടാൽ. സംശയമൊന്നുമില്ലാതെ നമ്മളെ ഈ ഖുറൈശികളെപ്പെട്ട് അവർക്കൊരു പേടിയും ഭയവും നമ്മെ എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ സംശയമില്ല എങ്കിൽ ചാടിക്കയറും പിന്നെ അഹമ്മദ് മോട്ടാൽ, മോട്ട് കാണിക്കുന്ന, നമ്മൾ അനുസരണക്കേട് കാണിക്കുന്ന മുഹമ്മദ് എന്താക്കും, വീണ്ടും ചാടിക്കയറും, നമ്മെ ഒരു വിലക്കൊന്നും കൽപ്പിക്കുകയില്ല എന്ന് അബൂജഹൽ അവരോട് ഉണർത്തുകയാണ്. എന്നിട്ടോ ലങ്കും മുഹമ്മദ് അലിംനാൽ ലൈലിൽ ഭയന്തോടി കടന്നവനാം, എങ്കൾ ഉടൻ ബദറിൽ അണയ വേണം, യശീദിനം ഉണ്ട് ഇരിക്ക വേണം. ലങ്കും മുഹമ്മദ് അലിംനാ ലൈലിൽ ഭയന്തോടി കടന്നവനാം, എങ്കൾ കൂടൻ ബദറിൽ അണയ വേണം, യശീദിനം ഉണ്ട് ഇരിക്ക വേണം. ഇപ്പൊ വലിയ തിളങ്ങുന്നതായ ലെങ്ങുന്നതായ മുഹമ്മദ് ആരി അലിംന നമുക്കറിയില്ലയോ, ലൈലിൽ ഭയന്തോടി കടന്നവനാ, രാത്രിക്ക് രാമായണം കടന്നു ഓടിയ, രാത്രി രക്ഷപ്പെട്ട ആളാണ്, ഓടി രക്ഷപ്പെട്ട ആളാണ്. അത് ആ വലിയ സംഭവമാണ്. അതിലേക്ക് കടന്നാൽ എപ്പിസോഡ് നീണ്ടുപോകുമെന്നാണ്, ഞാൻ ആ ഭാഗം കിടക്കുന്നില്ല. ആ സംഭവം അബൂലഹബ് പറയുകയാണ്, മുഹമ്മദ് എന്നാൽ ആര് രാത്രി പേടിച്ച് ഓടിയ ആളാണ്. എങ്കിൽ അത് മാത്രമല്ല, മുഹമ്മദ് നമുക്ക് ഒട്ടും പേടിക്കേണ്ടതില്ല. എങ്കിൽ ഉടൻ ബദറിൽ അണയാവണം, നമുക്ക് ഉടനെ തന്നെ ബദറിൽ അണയണം, ബദറിലേക്ക് ചെല്ലണം, അവിടെ അവരെന്താക്കണം, യേശി ദിനം മൂണ്ട് ഇരിക്കാവേണം, അവരോട് പൊരുതി വിജയം വരിച്ച് 3 ദിവസം വിജയക്കൊടി പാറിച്ചുകൊണ്ട് നമുക്ക് അവിടെ ഇരിക്കുകയും വേണമെന്ന് കൂടെയുള്ള ആളുകൾക്ക് ധൈര്യം പകരുകയാണ് അബൂജഹൽ. ആ സംഭവമാണ് മഹാകവി
ഈ എപ്പിസോഡിൽ വിശദീകരിച്ചത്. അടുത്ത് എന്താകുമെന്ന് ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് നോക്കാം.